ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ മാർക്കറ്റിൻ്റെ ഏതാണ്ട് ഫ്ലാറ്റായിട്ട് തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ചാർട്ടിലേക്ക് പോയാൽ ഓക്കെ, ഇന്നലെ മുതൽ ഞാൻ പറയുന്ന ഒരു ലെവലുണ്ടല്ലേ, മാർക്കറ്റ് ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളിൽ ഒരു സൈഡ് ചാനലെടുത്ത് മാർക്കറ്റ് മേളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു സെറ്റപ്പാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിനെ മാറ്റി ഇങ്ങോട്ട് വരയ്ക്കാം. സോ ഈ ഒരു 22,240 25,240 എന്നുള്ളൊരു ഏരിയ ഇവിടം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് എടുക്കണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് കൂടെ ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 25,000 എന്നുള്ളൊരു കംഫർട്ടബിൾ സോണിൻ്റെ മേളിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. എന്നാൽ ഒരു ബഫറിങ് റേഞ്ച് ഉണ്ട്. അത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, 25,000 എന്ന് പറഞ്ഞാൽ 25,000 മാത്രമല്ല, 25,240 വരെ ഒരു ഏരിയ കിടപ്പുണ്ട്. അവിടെ ഒരു റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് നമ്മളിപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. സോ ബ്രേക്ക് ഔട്ട് ചെയ്തതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ തന്നെ അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഹിറ്റ് ചെയ്യാം. ഒരു ബഫറിങ് റേഞ്ച് ഉണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് 26,200 റേഞ്ചിലേക്കാണ് അതിൻ്റെ അടുത്ത ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. സോ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യിക്കാനുള്ള ഒരു മൂവ് അടുത്തിന് വരണമെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് മേളിൽ കംഫർട്ടബിളി നമ്മൾ ട്രേഡ് ചെയ്യണം. ഇപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ പൊസിഷനും വളരെ ഹാപ്പിലി ട്രേഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ റെസിസ്റ്റൻസിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. സോ ദാറ്റ് ഇപ്പോൾ നമ്മൾ സപ്പോർട്ടിൻ്റെ മേളിലായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ചാർട്ടിനകത്ത് തന്നെ കാണാം. സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ചാർട്ടിനകത്ത് തന്നെ കാണാം. റെസിസ്റ്റൻസും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഏരിയയ്ക്ക് താഴെയും ഇല്ല, ഒരു മേളിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും നമ്മൾ ട്രേഡറിന് ഒരു നല്ലൊരു ട്രേഡ് കിട്ടുക. മാർക്കറ്റിൽ ട്രേഡറിന് അനുകൂലമായിട്ടുള്ള ഡേയും മാർക്കറ്റിൻ്റെ ആനുകൂല്യമല്ല ഞാൻ പറയുന്നത്. ക്യാൻഡിലുകൾ എത്രത്തോളം ശക്തമായിരിക്കും, എത്രത്തോളം ബയ്യറിൻ്റെ ഇൻറ്റൻസിറ്റി കാണും, ഇല്ലെങ്കിൽ സെല്ലറിൻ്റെ പവർഫുൾ മൂവ്സ് എവിടെ കാണും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുക. ബിക്കോസ് നമ്മൾ എടുക്കുന്ന ട്രേഡ് ട്രാപ്പായി പോകാൻ പാടില്ല, മൊമെൻറ്റം കിട്ടണം എന്നുള്ളതാണ്. സോ മൊമെൻറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് യഥാർത്ഥ ട്രേഡറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. താഴേക്കാണെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴേക്ക് ഫ്രീ ഫോളിനുള്ള ഒരു ട്രേഡിംഗ് സിറ്റുവേഷൻ അവിടെയുണ്ട്. സോ എവിടെയൊക്കെയാണ് ഒരു നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് സോളിഡ് മൊമെൻറ്റം കിട്ടുന്ന ഏരിയയിലായിരിക്കും. സോ ഇവിടെ മൊമെൻറ്റം ഉള്ള ഒരു ഏരിയ അല്ല. നിങ്ങൾ ട്രേഡറാണ് ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം വരുന്ന സമയത്ത് മാത്രം ട്രേഡ് ചെയ്യുക. ഇല്ലെങ്കിൽ എല്ലാവരും ഓപ്ഷൻ ട്രേഡർ ആയിരിക്കും, മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ്. അപ്പോൾ അവരുടെ തീറ്റ ഡി കെ എന്നുള്ളൊരു സംഭവം പ്രോഫിറ്റബിലിറ്റിയിൽ നിൽക്കുന്ന 10% ആൾക്കാരിലേക്ക് കയറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്ട്, മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ മൊമെൻറ്റം ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയാൻ പറ്റുക. അടുത്ത് കമ്മിങ് ടു സ്വിങ് ട്രേഡ്സ്, നമ്മളവിടെ പറഞ്ഞിരുന്ന ഒരുപാട് സ്വിങ് ട്രേഡ്സ് പൊസിഷൻസ് ഉണ്ട്. അത് ഇന്നലെ ഞാൻ കുറച്ച് പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രീമിയർ എനർജീസ് എടുത്തിട്ടുണ്ട്, HCL ടെക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തിരുന്നു നമ്മുടെ ഗ്രൂപ്പിനകത്ത്. ഓൾമോസ്റ്റ് ഐ തിങ്ക് HCL ടെക് എടുത്തിട്ടുണ്ട്, KP80 ടെക് എടുത്തിട്ടുണ്ട്, പ്രീമിയർ എനർജീസ് എടുത്തിട്ടുണ്ട്. സോ അത് മൂന്നും പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. KP80 ടെക് ഒരു 2-3 ദിവസത്തിന് മുന്നേ എടുത്തു. HCL ടെക് പ്രീമിയർ ഇന്നലെ എടുത്തു. എല്ലാം ലാഭത്തിലാണ് നിൽക്കുന്നത്. 1%, 1.5% മേളിൽ ലാഭത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇന്നലെ പ്രീമിയർ എനർജീസ് ഓൾമോസ്റ്റ് 4% മേളിൽ കയറിപ്പോയി. ഇപ്പോൾ ഒരു 2% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇടയ്ക്ക് ഇട്ടിരുന്ന മണപ്പുറം വളരെ നല്ല മൊമെൻറ്റം തന്നു. 220 നിന്ന് അത് ഓൾമോസ്റ്റ് 280 എന്ന് പറയുന്നത് വളരെ ഒരു 25-30% മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്കവിടെ ഒരു 20% റേഞ്ചിലായിരുന്നു നമ്മുടെ റിട്ടേൺ കിട്ടിയെന്നുള്ളതാണ് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഫോസിസിൽ ഇല്ലെങ്കിൽ IT സെക്ടറിൽ ഒരു ചെറിയൊരു സ്ലഗിഷ്നെസ് ഉണ്ട്. എന്നാൽ നാസ്ഡാക്കും ചൈനയും ഇല്ലെങ്കിൽ അമേരിക്കയും ചൈനയും തമ്മിൽ ട്രേഡ് എഗ്രിമെൻറ്റ് ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഓഗസ്റ്റ് വരെ ഇനി അധികം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. ഇനി August 12 ശേഷം അത് നോക്കിയാൽ മതിയാവും. അപ്പം സ്വിങ് ട്രേഡിങ്ങിന് നമുക്ക് നോക്കാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാങ്കിങ് സെക്ടർ നോക്കാം, എനർജി സെക്ടർ എന്ന് പറയുന്നത് ഈ സോളാർ എനർജി അല്ലെങ്കിൽ റെയിൽവേ സെക്ടേഴ്സ്, അങ്ങനത്തെ
ഡിഫൻസിൽ മൂവ്മെൻറ്റ് വന്നേക്കാം ചിലപ്പോൾ. അപ്പോൾ സെക്ടർ വൈസിലാണ് കംപ്ലീറ്റ്ലി ട്രേഡ് നടക്കുന്നത്. ചിലപ്പോൾ FMCG വന്നേക്കാം, ഞാനത് നോക്കിയിട്ട് പറയാം. FMCGയിലൊരു സംഭവം സെറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഇലാബറേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു 4 സ്റ്റോക്കേ ഞാൻ ഇട്ടിട്ടുള്ളൂ, 3 സ്റ്റോക്ക് ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള സ്റ്റോക്സ് കൂടെ ഞാൻ നോക്കിയിട്ട് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും പറഞ്ഞു. നമ്മുടെ ഇൻട്രാഡേ സ്റ്റോക്സിനെ കൂടെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇന്ന് നോക്കാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് റിലയൻസ്, HDFC ബാങ്ക്, SBI പോലുള്ള സ്റ്റോക്സ് നോക്കാൻ പറ്റും. പിന്നെ ടാറ്റ കെമിക്കൽസ് നോക്കാം. ടാറ്റ കെമിക്കൽസ് നമ്മൾ 880 ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് ലിസ്റ്റിനകത്തുള്ള സ്റ്റോക്കാണ്. 880 എൻട്രി പറഞ്ഞിരുന്നത്, 962 ആയിട്ടുണ്ട്. 960 ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്, അതിന് മുകളിൽ കയറിയിട്ടുണ്ട്. സോ ദാറ്റ് ഇനിയും ഫ്രീ ആയിട്ടുള്ള മൂവ്മെൻറ്റ് വരും. 1200 ആയിരുന്നു അതിന് പോയിരുന്നത്. സോ 1000 അല്ലെങ്കിൽ 1080 അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ടാർഗറ്റായിട്ട് നിൽക്കുന്നത്. സോ അതും ഓൾമോസ്റ്റ് 10% പ്രോഫിറ്റിൽ നിൽക്കുന്നതെന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഐ തിങ്ക് 80 റുപ്പീസ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 9.5% പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. സോ ഇനിയും അതിന് മൂവ്മെൻ്റ് ഉണ്ട്. കോൺകോർ അവിടെ പറഞ്ഞിട്ടുണ്ട്, കോൺകോറും ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കുറേ സ്റ്റോക്സ് ഈ പറയുന്ന 10-20 സ്റ്റോക്കിനകത്ത് ഒരുമിച്ച് ഫണ്ട് നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ടിൽ ഒരു 8 സ്റ്റോക്ക്, ചിലപ്പോൾ ഒരു 10 സ്റ്റോക്കൊക്കെ ആയിരിക്കും. ഓൾറെഡി എൻ്റെ കയ്യിൽ 10 സ്റ്റോക്കിന് മേളിൽ നിൽപ്പുണ്ട്. ഇനിയും ഒരുപാട് ട്രേഡ്സ് കിടപ്പുണ്ട്. സോ പേഴ്സണലി എല്ലാ ട്രേഡും ഞങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ പറഞ്ഞു തരുന്ന ഐഡിയാസിൽ എല്ലാ സ്റ്റോക്കിലും ഞങ്ങളുടെ കയ്യിൽ പൊസിഷൻ ഉണ്ടാവണമെന്നില്ല. പക്ഷെ മാക്സിമം പറ്റുന്ന അത്രയും അറ്റ്ലീസ്റ്റ് ഫണ്ട് കുറച്ചിട്ടാണെങ്കിലും എല്ലാ സ്റ്റോക്കിലും ഞങ്ങളുടെ പ്രസൻസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് അത് കയറി പോകുമ്പോൾ 10%, 20% കയറി പോകുമ്പോൾ അത് നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതവിടെ നമ്മൾ കുറച്ച് ഫണ്ടെങ്കിലും ചിലപ്പോൾ ഡിപ്ലോയ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ 2-3 സ്റ്റോക്കൊക്കെ എൻട്രി എടുത്തത്. ശരി, ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് കയറി പോകുന്നില്ല. നല്ല സ്റ്റോക്സ് ഉണ്ട്, നല്ല മൂമെൻറ്റം കാണിക്കുന്നുണ്ട് പല സ്റ്റോക്സും. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പിൽ മാത്രം ഫോക്കസ് ചെയ്യുക, സ്മോൾ ക്യാപ്പിൽ പോകാതിരിക്കുക. സോ സ്വിംഗ് ട്രേഡിങ് വളരെ ഗുഡാണ്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 25-150 മേളിൽ വരികയാണെങ്കിൽ സ്വിങ് വീണ്ടും നല്ലതാണ്. 240 മേളിലാണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്. ഇൻട്രാഡേ ട്രേഡറിന് 240 മേളിൽ വന്നിരിക്കണം എന്നുള്ളത് കൂടെ അവിടെ പറയട്ടെ. അപ്പോൾ ഇൻട്രാഡേ സ്റ്റോക്സ് ഞാൻ ഏതാണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ബാങ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടാറ്റ കൺസ്യൂമർ വേണ്ട, ടാറ്റ മോട്ടോഴ്സ്. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ 690 പറഞ്ഞു, 720 മേളിൽ വരികയാണെങ്കിൽ ഇൻട്രാഡേ ട്രേഡറിനും കൊള്ളാം എന്ന് പറഞ്ഞു, സ്വിംഗ് ട്രേഡിങ്ങിനും കൊള്ളാം എന്ന് പറഞ്ഞു. 740 അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ താഴെ നിന്നൊക്കെ മേടിച്ച പൊസിഷൻസ് ഉണ്ട്, മേളിൽ നിന്ന് 800 മേടിച്ച പൊസിഷൻസ് ഉണ്ട്. സോ പല അക്കൗണ്ടിലായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഏതൊരു മലയാളിയുടെ കയ്യിലും ഉള്ള സ്റ്റോക്ക് തന്നെയാണ്. സോ അതങ്ങനെ നിൽക്കട്ടെ. ഇൻഫോസിസിൻ്റെ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് 1600. അവിടെ അതിന് മേളിലാണെങ്കിൽ നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. വേറെ ഇത്രയും മതി, അത് നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. BPCL 320 നല്ലതാണ്. ചാർട്ട് നോക്കണം. ഓക്കെ, അതിൻ്റെ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ട്രേഡ് വീണ്ടും പ്ലാൻ കിടപ്പുണ്ട്. ഈ ഒരു ക്യാൻഡിലിൽ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഇനിയൊരു 324 മേളിൽ നിങ്ങൾക്കിത് വാച്ച് ചെയ്ത് വയ്ക്കാം. 324 മേളിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇല്ലെങ്കിൽ 328 മേളിലൊക്കെ ഇൻട്രാഡേ ട്രേഡറിന് വളരെ നല്ലൊരു ട്രേഡ് കിടപ്പുണ്ട്. ഇതൊരു SLൻ്റെ അടുത്തോട്ടൊന്നും പോയിട്ടില്ല. ഇത്രയും വലിയൊരു SL വേണ്ട, തുടക്കത്തിൽ നമ്മളവിടെ വയ്ക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ SL എന്ന് പറയുന്നത്. നമുക്കൊരു 1:3 റിസ്ക് റിവാർഡ് കിട്ടും. ഓക്കെ, അതുപോലെ ഒരുപാട് പേർക്ക് നമ്മൾ ട്രേഡ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും ഉള്ളവർക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ പണ്ട് ടെസ്ലയൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുത്ത ഏരിയ എന്ന് പറയുന്നത് 250 റേഞ്ചിലാണ്. ഐ തിങ്ക് അതിനും താഴെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 200 ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 480 റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ച് വീണ്ടും താഴ്ത്തു വരുന്നുണ്ട്. 2x റിട്ടേൺ ആപ്പിളിന് ഓൾമോസ്റ്റ് 50% റിട്ടേൺ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
അപ്പോൾ നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല, ഒരുപാട് മാർക്കറ്റ് ഇങ്ങനെ നല്ല പൊസിഷൻസ് കയറുന്നുണ്ട്. ഓൾമോസ്റ്റ് അതും 200, എൻ്റെ ഓർമ്മയിൽ എല്ലാ സ്റ്റോക്കിലും 200 ആണ്. എൻവിഡിയ മാത്രമാണ് 100 താഴെ പറഞ്ഞിട്ടുള്ളത്. ഇതും 200 മേടിച്ചത്. ഇതൊരു 260 വരെ പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 20% റിട്ടേൺ അവിടെ വന്നിട്ടുണ്ട്. ടെസ്ല, അടുത്ത എൻവിഡിയക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രീസ് കിട്ടിയിട്ടുണ്ട്. 96 മേളിൽ ബ്രേക്ക് ഔട്ടിൽ എൻട്രി ആയിരുന്നു. ഇവിടെ നിന്ന് അക്കുമുലേറ്റ് ചെയ്യാൻ പറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു 94, 96, 92 to 96. അത് ഓൾമോസ്റ്റ് ഒരു 50-60% റിട്ടേൺ വന്നിട്ടുണ്ട്. സോ സ്റ്റോക്സിനകത്ത് നല്ല മൂവ്മെൻറ്റും അത് അമേരിക്കൻ മാർക്കറ്റിലാണെങ്കിലും നമ്മുടെ മാർക്കറ്റിലാണെങ്കിലും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 10 മിനിറ്റിന് മേളിലായിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് ഏറ്റവും നേരത്തെയാണ് ഞാൻ ഈ വീഡിയോ സെറ്റ് ചെയ്യുന്നത്. 8:15 ഉള്ളൂ. സോ നിങ്ങൾക്ക് കാണാനുള്ള സമയം ആവശ്യത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ ഒരു ഇലാബറേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോയിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ഡേ ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതിനകത്തുള്ള ലെവൽസ് പറഞ്ഞു. സെൻസെക്സ് ഓൾമോസ്റ്റ് അത് തന്നെയാണ്, എക്സ്പയറി വരുവാണ് നിഫ്റ്റിയിൽ നാളെ. സോ അതിൻ്റെ ഒരു വോളറ്റൈലിറ്റി കാണും. ചിലപ്പോൾ നമ്മൾ വരച്ച ആ ഒരു ബോക്സിൽ, ആ ബോക്സിനകത്ത് തന്നെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ ഇന്നലെ ഗ്രൂപ്പിൽ ആരൊക്കെയോ മെസ്സേജ് ഇട്ടിരുന്നു, നിസാജൊക്കെ ഇട്ടിരുന്നു എന്തുകൊണ്ട് മാർക്കറ്റ് അനങ്ങുന്നില്ല എന്നുള്ളത്. മാർക്കറ്റിന് അനങ്ങാനുള്ളൊരു ഏരിയ ഇല്ല, ഇതിനുള്ളിൽ മാർക്കറ്റിന് അനങ്ങാൻ ഏരിയ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ബഫറിങ് റേഞ്ച് ആണ്, നോ ട്രേഡ് സോണാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ആസ് എ ട്രേഡർ, ഒരു പ്രൊഫഷണലി നമ്മൾ ട്രേഡിങ് പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്ന ഏരിയാസാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെയുണ്ട് ഇത്, ഈ ഒരു ഏരിയാസ് എന്ന് പറയുന്നത് നോ ട്രേഡിങ് ഏരിയ ആണ്. ഈ ഒരു ഏരിയയൊക്കെ നോ ട്രേഡിങ് ഏരിയ ആണ്. അപ്പോൾ ട്രേഡിങ് ഏരിയയും നോൺ ട്രേഡിങ് ഏരിയയും അറിയുന്ന ഒരാളാണ് ട്രേഡിൽ SL ഹിറ്റ് ചെയ്യുന്നത് കുറയ്ക്കുക. ബിക്കോസ് ഇത് ബ്രേക്ക് ഔട്ടാണെന്ന് പറഞ്ഞ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ബ്രേക്ക് ഔട്ടിൽ ലാഭം കിട്ടത്തില്ല. അപ്പോൾ ലാഭം കിട്ടാതെ ഒബ്വിയസ്ലി അത് SL ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ളതൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചിട്ട് പിന്നീട് ഒരു ക്ലാസ്സിൽ സംസാരിക്കാം. ഓൾമോസ്റ്റ് 11-12 മിനിറ്റ്സ് ആയിട്ടുണ്ട്. സോ നന്നായിട്ട് ട്രേഡ് ചെയ്യുക, ഏരിയാസ് അറിഞ്ഞു വെച്ചിട്ട് പിന്നെ SLന് വേണ്ടിയിട്ട് പോകരുത്. പിന്നെ വെറുതെ ട്രേഡ് ചെയ്ത് സമയവും കളയരുത്. നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രേഡ് എടുക്കുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ.